സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. അലാമിങ്, ഹൈലി അലാമിങ്. കാർഡിയോവാസ്കുലർ ഡിസീസിന്റെ റിസ്ക് ഉള്ളത് 90%. ബിക്കോസ് ദർ ഹെൽത്തി ഫാറ്റ് ഇൻടേക്ക് ഇസ് 0. ഇവർക്ക് ഹെൽത്തി ഫാറ്റ് എന്തെന്ന് കിട്ടുമെന്ന് പോലും അറിഞ്ഞൂടാ. അത്രയുണ്ട് അവയർനെസ്. ഈ അടുത്ത ഇടയ്ക്ക് ഒരാൾ പറയുന്നുണ്ടായിരുന്നു 12 മണിക്ക് ഓൺലൈൻ ട്യൂഷൻ ഉണ്ടെന്ന്. രാത്രി 12 മണിക്ക് ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്, ബാക്കി സ്ലോട്ട്സ് ഒന്നും ഇല്ല. ഉറക്കത്തിന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് 13 വയസ്സ് വരെയുള്ള കുട്ടികൾ മിനിമം 9 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. ഇപ്പോൾ ഔട്ട് ഓഫ് 48 hours പോലും കുട്ടികൾക്ക് 9 മണിക്കൂർ ഉറക്കം തികച്ച് കിട്ടുന്നില്ല. ഇപ്പൊ ഫെർട്ടൈൽ അല്ലാതെ വരുന്ന എന്തുകൊണ്ടാണ്? ജെൻസിന്റെ കേസിൽ ഇപ്പൊ തന്നെ ചെറിയ പ്രായത്തിലുള്ള പിള്ളേർ സ്മോക്ക് ചെയ്യുന്നുണ്ട്. ആ അബ്യൂസ് ഒരു മെയിൻ ഫാക്ടറാണ്. എത്ര സിറ്റീസിലാണെന്ന് അറിയാവോ? 1 കിലോമീറ്ററിനുള്ളിൽ മൾട്ടിപ്പിൾ IVF സെന്റേഴ്സ്. ഒന്ന് IVFന്റെ സക്സസ് റേറ്റ് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ 49-50% ഉള്ളൂ. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു അഫെയർ ആണ്, പെയിൻഫുൾ ആണ്. സണ്ണല്ല വൈറ്റമിൻ ഡി തരുന്നത്. പ്രൊലോങ്ഡ് ആയിട്ട്, അതായത് ലോങ് ടേം ആയിട്ട് ഡെഫിഷ്യൻ്റ് ആയിട്ട് വൈറ്റമിൻ ഡി വരികയാണെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് റിസ്കുകൾ പോസ് ചെയ്യുന്നുണ്ട്, ബേസിക്കലി എഫക്റ്റിംഗ് മോർ വിമൻ. ഇപ്പൊ പല ജിമ്മുകളിലും അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ട്രെയിനർ നമുക്കൊരു ഡയറ്റ് പ്ലാൻ തരും. ഹൈലി അൺസയന്റിഫിക് എന്ന് പറയും. ഒത്തിരി ഇന്റർവെൻഷൻ പിന്നീട് ആവശ്യം വരുന്ന രീതിയിലുള്ള അപകടകരമായ രീതിയിലുള്ള സജഷൻസും റെക്കമെൻഡേഷൻസും ആണ് ട്രെയിനേഴ്സ് കൊടുക്കുന്നത്. ഒത്തിരി കമ്പനീസ് ഉണ്ട് ഇത് അഡ്വർടൈസ് ചെയ്യുന്നത്, റിവേഴ്സിബിൾ ആണ് ഡയബറ്റിക് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ റിവേഴ്സിബിൾ ആണെന്ന് ഒരു സ്റ്റഡീസും പ്രൂവ് ചെയ്തിട്ടില്ല, എവിഡൻസ് ഒന്നിലുമില്ല. 2 ഓയിൽസ് നമുക്ക് കമ്പയർ ചെയ്യാൻ എടുത്താൽ, ഒലിവ് ഓയിൽ which is supposed to be the golden standard. Coconut oil saturated fat in the content, which is about 83%, is the unsaturated portion in the olive oil. നേരെ തിരിച്ചാണ്. നമ്മൾ പല നഗരങ്ങളെ ഇമിറ്റേറ്റ് ചെയ്ത് നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഓഫീസ് ടൈമിങ്സ് മാറ്റുന്നുണ്ടോ, സ്കൂൾ ടൈമിങ്സ് മാറ്റുന്നുണ്ടോ? ഈ കുട്ടികളെല്ലാം സ്കൂളായാലും കോളേജ് ആയാലും ഇവിടെ വന്ന് 1-2 മണി വരെ ഇരുന്ന് സംസാരിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ടാണ് രാവിലെ 9 മണിക്ക് ക്ലാസ്സിൽ പോകുന്നത്. ട്യൂഷൻ സെന്റേഴ്സ് എന്തിനാണ്? കോംപ്ലിമെന്ററി സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്കൂൾ ടൈമിങ്സ് കുറച്ച് കൊടുക്കുക. ടീച്ചേഴ്സ് അത്രയും പഠിപ്പിച്ചാൽ മതി. കുട്ടികൾ ഉറങ്ങട്ടെ, ഉല്ലസിക്കട്ടെ, അങ്ങനെ അവർ ജീവിതം ആസ്വദിക്കട്ടെ. എനിക്ക് ഡോക്ടേഴ്സിനോട് പറയാനുള്ളത്, അവരുടെ എക്സ്പെർട്ടൈസ് ഉള്ള ഏരിയ അവർ ചെയ്യുക. ഞങ്ങൾ ചെയ്യേണ്ട ജോലി ഞങ്ങൾ ചെയ്തോളാം. ബട്ട് പ്രിവെന്റീവ് കെയറിൽ എത്ര ഡോക്ടേഴ്സിന്, എത്ര ഹോസ്പിറ്റൽസിന് ഇൻട്രസ്റ്റ് ഉണ്ട്? ദേ ആർ ലുക്കിംഗ് അറ്റ് ദ ക്യൂറേറ്റീവ് ഏരിയ ബിക്കോസ് ദാറ്റ് ഈസ് വെയർ ദേ ക്യാൻ മേക്ക് മണി ഫ്രം.